കേസിൽ പ്രതികളായിട്ടുള്ള MLA എത്തിക്സ് കമ്മിറ്റി കൂടി ഡിസ്ക്വാളിഫൈ ചെയ്യണം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അതിനുള്ള അധികാരം എത്തിക്സ് കമ്മിറ്റിക്കും ഇല്ല, നിയമസഭയ്ക്കും ഇല്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടവുമായി റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഇഷ്യൂസ് നടക്കുന്ന ഒരു സാഹചര്യമാണിത്. രാഹുലിനെ കോടതി വെറുതെ വിട്ടുവെങ്കിലും പല സ്ത്രീകളും മനഃപൂർവ്വം രാഹുലിനെതിരായിട്ട് പല രീതിയിലും രാഹുൽ ഒരു ലൈംഗിക വൈകൃതക്കാരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല പ്രമുഖരായിട്ടുള്ള സ്ത്രീകൾ രംഗത്തേക്ക് വരുന്നുണ്ട്. പക്ഷെ എല്ലാം പാളിപ്പോയി. ഇപ്പോൾ ഒരുപാട് വീട്ടമ്മമാരും ഒരുപാട് സഹോദരിമാരും രാഹുലിന് വേണ്ടിയിട്ട് രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അമ്മമാർക്കൊക്കെ പറയാനുള്ളത് നമുക്ക് കേൾക്കാം. അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല. തെറ്റ് ചെയ്തിട്ടുണ്ട്. കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരന് സൗന്ദര്യം, ആരോഗ്യം, വിദ്യാഭ്യാസം, അവന്റെ എല്ലാ കാര്യങ്ങളും വെച്ച് അവന് പോയിട്ടുണ്ട്. പെണ്ണുങ്ങൾ ചെന്നത് കൊണ്ട് അവൻ പോയി, അത്രയേ ഉള്ളൂ കാര്യം. അല്ലാതെ അവൻ വഴിയെ പോകുന്നൊരു പെണ്ണിനെ ഓടിച്ചിട്ട് പിടിക്കുവോ, അവൻ ആരെല്ലാം വീട്ടിൽ കയറി അവന്റെ കോൺഗ്രസ് ഭരണാധിപത്യം കൊണ്ട് അവൻ ഏതെങ്കിലും താഴ്ന്ന ജാതിക്കാരുടെ വീട്ടിൽ ഇവിടെ ഉന്നാവിലൊക്കെ സംഭവിച്ചതുപോലെ, UP ഉന്നാവിൽ ഒക്കെ സംഭവിച്ച്, UP BJPക്കാർ ചെയ്യുന്ന പോലെ താണ ജാതിക്കാരുടെ വീട്ടിലെ പെണ്ണുങ്ങളെ കയറി പിടിച്ച് ബലാത്സംഗമൊന്നും അവൻ ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ആണെങ്കിലാണ് അതാകുന്നത്. ഇപ്പൊ സുപ്രീം കോടതിയിൽ നിന്ന് വരെ കല്യാണം കഴിച്ച സ്ത്രീകൾ ഭർത്താക്കന്മാരെ വഞ്ചിച്ചു പോയി മറ്റാമ്പിള്ളാരുടെ കൂടെ സുഖിക്കാൻ പോകുന്നതിന് സുപ്രീം കോടതി വരെ ഇത്രയും വ്യക്തമായിട്ട് തീരുമാനം വന്നിട്ടും VD സതീശനും മറ്റ് കോൺഗ്രസ് നേതാക്കൾക്കും അതങ്ങോട്ട് തലയ്ക്കകത്തോട്ട് കയറുന്നില്ല. അത് നേരത്തെ അറിയാമായിരുന്നു. ഇവിടെ രാമനെ വനത്തിൽ അയച്ചതും വീട്ടിൽ നിന്നാണ്, കുരുക്ഷേത്ര യുദ്ധം ഉണ്ടായതും വീട്ടിൽ നിന്നാണ്. അപ്പം ഏറ്റവും കൂടുതൽ CPM-കാരെ BJP-ക്കാരെക്കാൾ കൂടുതൽ രാഹുലിന്റെ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസിലുള്ളതെന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലായ കാര്യമാണ്. എന്നാൽ പിന്നെ കോടതി ബഹുമാനപ്പെട്ട നമ്മൾ വിദ്യാഭ്യാസം ഉള്ളവരായതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ തീരുമാനം കൂടെ ഉണ്ടാകട്ടെ എന്നോർത്താണ് ഇത്രയും നാള് സൈലന്റ് ആയിട്ടിരുന്നത്. അപ്പൊ ഇനി രാഹുലിനെ പോലുള്ള ഒരു യുവ നേതാവിന് അല്ലെ ഷാഫിയെ പോലുള്ള മുസ്ലിം അതുകൊണ്ടെന്താ അങ്ങനെയൊക്കെയുള്ളവര് ഇനി നമ്മുടെ പിള്ളേർ ആറ് കാരണമെങ്കിലും ചെറുപ്പക്കാര് പിള്ളേർ വന്ന് നല്ല രീതിയിൽ കഴിവുള്ളവർ വന്ന് നല്ല രീതിയിൽ കേരളത്തെ മുമ്പോട്ട് നയിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മളൊന്ന് പിന്നെ നെറുകിട്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റിനും കൊടുക്കാതെ പിന്നെ BJP ഏതായാലും ഭരണം അവരുടെ കയ്യിലായിരിക്കുന്നെങ്കിൽ. പാലക്കാട്ട് നിന്നാണ്. പേര് ദേവി. ഈ പാലക്കാട്ടിലെ രാഹുൽ മാങ്കൂട്ടം തന്നെയാണ്. എപ്പോ നോക്കിയാലും ഫോൺ നോക്കിയാലും TV ചാനൽ നോക്കിയാലും ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കുറ്റങ്ങളില്ലാത്ത ദിവസങ്ങളില്ല. എത്രയോ ന്യൂസുകൾ ഉണ്ട്. അത് കൊണ്ടുവരാണ്ട് എന്നും അയാളെ ഒരു ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരുന്നാലോ സാറേ, അയാൾ തന്നെ മതി MLA പാലക്കാട്. പാലക്കാട്ടുകാരുടെ ആഗ്രഹം എന്താ? രാഹുലിനെ നിങ്ങൾ വെറുക്കുന്നോ അതോ ഇനിയും രാഹുൽ തന്നെ തുടരണോ? രാഹുലിനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. നല്ല കുട്ടിയാണ്. അയാളെ പീഡിപ്പിച്ചു പറയണ ഒരാളിനെ പോയിട്ട് വീട്ടിന്റെ ഉള്ളിൽ പോയിട്ട് പീഡിപ്പിച്ചിട്ടൊന്നുമില്ല ബലമായിട്ട്. അവളുടെ സമ്മതത്തോടു കൂടി തന്നെ ആയിക്കോട്ടെ. ഇത് സത്യം നമുക്കൊന്നും അറിയില്ല ഇതെന്താന്നുള്ളത്. വീണ്ടും അയാളെ എങ്ങനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് 2 ആൺമക്കളൊക്കെ ഉള്ളതാണ്. ഇത് എപ്പോ നോക്കിയാലും ആ കുട്ടീനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരുന്നാലോ. ഞങ്ങൾക്ക് ഇഷ്ടം രാഹുലിനെ തന്നെയാണ്. ഞങ്ങൾക്ക് രാഹുൽ തന്നെ മതി. ഒരു റോട്ടിൽ കൂടെ പോണ പെണ്ണിനെയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കുന്ന പെണ്ണിനെയോ പോയി കൈപ്പിടിച്ച് വലിക്കുകയോ അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്യുക അതൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇത് രണ്ടുപേരിന്റെ സമ്മതത്തോടു കൂടിയിട്ട് തന്നെ ആണല്ലോ അവര്. അന്നൊക്കെ അത് മതി അന്ന് ഇഷ്ടമായിരുന്നു അല്ലേ അയാളിനെ, ആ കുട്ടീനെ. ഇത് ശരിയാണോ? ഇതൊക്കെ ഇങ്ങനെ വെറുതെ ഇല്ലാ കഥകളൊക്കെ പറയണത്? ഒരൊറ്റ കാര്യമേ ഉള്ളൂ, അത് നമ്മൾക്കിത് സത്യം അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല. രാഹുൽ നല്ലൊരു കുട്ടിയാണ്, നല്ല മനുഷ്യനാണ്. എന്തിനാ ഇങ്ങനെ പാവത്തിനെ കൊണ്ട് ഇങ്ങനെ ആൾക്കാർ കൊല്ല ചെയ്യണം? ഇതിലേക്കും വെച്ചിട്ട് എത്രയോ ദ്രോഹങ്ങളും ദുഷ്ടതരങ്ങളും ചെയ്തവരില്ലേ, അവരിനെ ഇങ്ങനെ വേട്ടയാടുന്നില്ലല്ലോ. ആ കുട്ടീനെ എന്തിനാ വെറുതെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? എനിക്കത് അറിയണില്ല. ഞങ്ങൾ ഒറ്റ തീരുമാനമില്ല, ഈ വരുന്ന ഇലക്ഷൻ ആരും അങ്ങോട്ട് വോട്ട് ചെയ്യാൻ പോവില്ല. അതിന് ഏത് തന്നെ ആൾക്കാർ ആരെന്ത് വിചാരിച്ചാലും ശരി, വന്നാലും ശരി, രാഹുൽ നിൽക്കുകയാണെങ്കിൽ സ്വതന്ത്രനായി നിന്നാലും മതി. ഞങ്ങൾ എല്ലാവരും ആ കുട്ടിന്റെ കൂടെ തന്നെ ഉണ്ടാവുള്ളൂ. പാലക്കാട്ടിലെ നിങ്ങളുടെ ബഹുഭൂരിപക്ഷ ആളുകളുടെയും താല്പര്യം രാഹുൽ തന്നെ മതി. സാറേ, ഞാന് പാലക്കാട് നിന്ന് വിളിക്കുന്നതാണ്. ഞങ്ങളുടെ ലീഡർ മാങ്കൂട്ടത്തിൽ സാറുടെ ഞങ്ങളുടെ സ്വന്തം ആളാണ്. അപ്പോൾ സാറുടെ മറ്റേ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി. അതായത് അപ്പൊ ഈ ഇന്ന് നടക്കുന്ന ഈ പ്രശ്നങ്ങൾ മുഴുവൻ
VD സതീശൻ ഉണ്ടാക്കി വെക്കുന്ന കാര്യമാണ്. പാലക്കാട്ടിലെ 90% ആളുകളും മറ്റേ ഞങ്ങളുടെ ലീഡർ, ജനങ്ങൾ തിരഞ്ഞെടുത്ത മാങ്കൂട്ടത്തിന്റെ ലീഡർ സാറിന്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ എന്നും ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അതായത് ഇമ്മീഡിയറ്റ് ആ VD സതീശൻ പറഞ്ഞ മറ്റേ അയാളെ പിടിച്ച് പുറത്താക്കണം പാർട്ടിയിൽ. അയാളെ പാർട്ടിയിൽ പുറത്താക്കിയാല് മറ്റേ ഈ കോൺഗ്രസ് നന്നാവുള്ളൂ. ഞാനൊരു UDF കാരനാണ്. നിങ്ങളുടെ ജില്ലാ നേതൃത്വം എല്ലാം ഈ VD സതീശന്റെ പിന്നിൽ നിൽക്കുകയല്ലേ? അല്ല, മനസ്സിലായി സാറേ. ഞാൻ ഇവിടുത്തെ DCC പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞപ്പോഴും അവരും ഇതിന് ആർക്കും ഇയാളെ പേടിച്ച് ആരും ഒന്നും പറയുന്നില്ല. രാഹുൽ അവിടെ സ്വതന്ത്രനായിട്ട് നിന്നാൽ നിങ്ങൾ ജയിപ്പിക്കുമോ? ഉറപ്പാണ്. 100%, 100%, 101% ഞങ്ങൾ കൂടി ഉണ്ടാവും അദ്ദേഹത്തിന്. അത് ഉറപ്പാണ്. അതായത് ഇയാളെ പിടിച്ച് ഈ VD സതീശൻ എന്ന ഇയാളെ പിടിച്ച് പുറത്താക്കണം. ഇവൻ കേരള യാത്രയായിട്ട് വരുന്നു. അല്ല, ഇയാളുടെ കേരള യാത്രയൊക്കെ ഞങ്ങൾ ഇവിടെ എതിർപ്പ് ഇതൊക്കെ ഞങ്ങളിപ്പോ കേരളത്തിൽ എല്ലാം ആൾക്കാർ തീരുമാനിച്ച കാര്യങ്ങൾ. ഇയാള് എവിടെ നിന്നാലും ശരി, കൊടുങ്ങല്ലൂർ നിന്നാലും ശരി, പറവൂർ നിന്നാലും ശരി, അതായത് മാത്രമല്ല ഇയാളുടെ കൂടെ നിൽക്കുന്ന രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, ഇവർ ഈ KC വേണമല്ലോ, ഇവരാരും ഈ 4 ആൾക്കാരും കേരളത്തിൽ എവിടെ നിന്നാലും ഞങ്ങൾ ഉറപ്പായിട്ട് 8 നിലയ്ക്ക് പൊട്ടിപ്പിക്കുവരെ. അത് ഞങ്ങളുടെ പ്രതികരണമാണ്. രാഹുൽ ഗാന്ധിക്ക് ഒരു കംപ്ലൈന്റ് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ ന്യൂസിൽ കണ്ടിരുന്നു. അതായത് നമ്മുടെ ലീഡർ മാങ്കൂട്ടത്തിനെതിരായിട്ടും അവരുടെ കൂടെയുള്ള ആൾക്കാരും ഈ രാഹുൽ ഗാന്ധിക്ക് എന്ത് പറയാൻ പറ്റും? അതായത് ഈ നമ്മുടെ ലീഡർക്കെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ട് കൊടുത്ത ഈ സ്ത്രീകൾ, അതിജീവിത എന്ന സ്ത്രീകളാണ് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു അഡ്രസ്സും ഇല്ലാതെ 3 കംപ്ലൈന്റ് കൊടുത്തത് ജനങ്ങൾ കുത്തിപ്പോക്കും. അല്ല, ഇപ്പൊ ഇനി ആർക്ക് കൊടുത്ത് പാർട്ടിനെ ഒരു അന്വേഷണമോ ഇവന്റെ അഭിപ്രായമോ ചോദിക്കാതെ അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയില്ലേ? പിന്നെ ഇയാൾ ഇവന്റെ കാര്യത്തിൽ എന്താ? കോടതി തീരുമാനിക്കട്ടെ. ഈ 2 ദിവസം മുമ്പ് 24 ചാനലിൽ വന്നിട്ട് നമ്മുടെ ലീഡർ, നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ട് ഈ പ്രതികരിച്ചത് ഇവിടുത്തെ കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ ഈ കുരുപൊട്ടലാണ് ഇപ്പൊ ഇന്ന് ജസ്റ്റ് ഒരു 15 മിനിറ്റ് മുമ്പാണ് റിപ്പോർട്ടർ ചാനലിൽ മാത്രം കിട്ടിയിരിക്കുന്നത്. ഇതെല്ലാം സതീശന്റെ പരിപാടികളല്ലേ? ഇതെല്ലാം സതീശന്റെ അത് ഞങ്ങൾ ഇതാക്കും സാറേ. അത് ഞങ്ങൾ സാറ് ഞങ്ങളുടെ കൂടെ നിന്നാൽ മതി. ഞങ്ങൾ സാറിന്റെ കൂടെ ITI ന്യൂസിന്റെ കൂടെ ഞങ്ങളുണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാര് മുതൽ തന്നെ ആരുമില്ലായിരുന്ന സമയം മുതലേ ഞങ്ങൾ ഈ ഒരു നിലപാട് എടുത്തതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അതിന്റെ പേരിൽ എനിക്കെതിരെ 4 ജാമ്യമില്ലാ കേസുകളാണ്. രാഹുലിന് പോലും 3 കേസേ ഉള്ളൂ. സാറതൊന്നും പേടിക്കാൻ വേണ്ട. ജനങ്ങൾ ഇളകി കഴിഞ്ഞാൽ ഇവർക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതായത് ജനങ്ങൾ തെരഞ്ഞെടുക്കുന്ന വ്യക്തിയാണ് ഞങ്ങളുടെ MLA. ലക്ഷക്കണക്കിന് ഇത് ആൾക്കാർ തീരുമാനിച്ചെടുത്തതാണ് ഞങ്ങളുടെ MLA പാലക്കാട്ടിൽ. ഞങ്ങൾ ഇനിയും ഇവിടുന്ന് അദ്ദേഹം തന്നെ വേണം. ഷാഫി സാറും രാഹുൽ മാങ്കൂട്ടത്തും 2 പേരും തന്നെ പാലക്കാട് വേണം. അതിൽ 3ാമതിൽ ഒരാൾ ആരും നിന്നാൽ ശരി ജയിക്കില്ല. ഇവിടെ കണ്ണൻ ഗോപിനാഥനൊക്കെ നിർത്തണമെന്ന് പാലക്കാട് പറഞ്ഞു കേട്ടു. ആരും നിർത്തിയാലും ജയിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വരണം. രാഹുലിന് പകരം വെക്കാൻ പറ്റൂ മാർക്ക്? അല്ലല്ല, പറ്റില്ല. ഞാൻ അതായത് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ സാറേ ഓഫീസിലേക്ക് ഞാൻ പോകാറുള്ള വ്യക്തിയാണ്. പാലക്കാട്ടിലെ ലോക്കലിലെ ഒരു വ്യക്തിയാണ് ഞാൻ. അവിടെ ഞാൻ ഇദ്ദേഹത്തെ കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. കാണുന്ന പല ആൾക്കാരും പറഞ്ഞു വിടുന്ന നല്ല വ്യക്തിയാണ്, പ്രസാദെ പോയി കാണണം, നല്ല വ്യക്തിയാണ് പറയും. എന്താ പറഞ്ഞാൽ അദ്ദേഹം നല്ലൊരു വ്യക്തിയാണ്. ജസ്റ്റ് ഒരു വർഷം ആയിട്ടില്ല അദ്ദേഹം ഇവിടെ MLA ആയിട്ട്. അദ്ദേഹം ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഇവിടുത്തെ ആൾക്കാർക്ക് പിടിക്കുന്നില്ല. പല പാർട്ടി, എതിർ പാർട്ടി CPM-ലായാലും ശരി, BJP-യിലുള്ള ആൾക്കാർക്കും ഇതൊന്നും പിടിക്കുന്നില്ല. അതിനുള്ളിലുള്ള ആൾക്കാരും തന്നെ ചേർന്ന് കുത്തിപ്പൊക്കിയാണ് ഇദ്ദേഹത്തിന് ഈ പ്രശ്നങ്ങൾ മുഴുവൻ കരുതിക്കൂട്ടി ഉണ്ടാക്കിയ സാർ. അത് അല്ലാതെ ഇത് ഒരു സംഭവം ഇതിൽ നടന്നിട്ടാണ്. അദ്ദേഹം 24 ചാനലിൽ അദ്ദേഹം ഇത്രയും ഒരു ധൈര്യത്തോടെ പറയണമെന്നുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതാണത്. അദ്ദേഹത്തിനുള്ള ഇതാണ് ഒരു ജനങ്ങളോടുള്ള സപ്പോർട്ട് ഉണ്ട് എന്നുള്ള ആ ഒരു മാത്രമല്ല, അദ്ദേഹത്തിന് 100% ഉറപ്പാണത്. സാറേ, ഞാനിത് കണ്ണൂരിനാണ് വിളിക്കുന്നത്. പേര് ജോയി. ഈ മാങ്കൂട്ടത്തിന്റെ വിഷയം ഇങ്ങനെ ഉന്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുവാണ് ചെയ്യുന്നത്. ഇപ്പം ശ്രീകണ്ഠ രാവിലത്തെ പ്രതിപക്ഷ നേതാവൊക്കെ പ്രകടനത്തിന് ജാഥ ജയിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞത്. ഞങ്ങൾ ഇവിടുന്ന് ഒരു 100 പേര് പോകുന്നില്ല. ഞാൻ ഇരിക്കൂർ ആണ് താമസിക്കുന്നത്. ഇരിക്കൂർ. 9-ാം തീയതിയാ പോലും. ശ്രീകണ്ഠാരത്തിനാണ് ഉദ്ഘാടനം. ഞങ്ങൾ എവിടെയാ ഇരിക്കൂറാ ഉള്ളത്. ഇരിക്കൂർന്ന് ഞാൻ ഉളുക്കല്ലേറിയാ. ഞങ്ങളിവിടുന്ന് ഒരു 100 പേര് പരിപാടിക്ക് പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലം മുതലേ കോൺഗ്രസിലാണ്. ഞങ്ങൾ കുടുംബക്കാർ തികച്ചും കോൺഗ്രസ്സുകാരാണ്. ഞങ്ങൾ ഇവരൊക്കെ ഈ സൈസ് പണിയങ്ങളായിട്ട് വന്നാൽ എങ്ങനെ രക്ഷപ്പെടും? കോൺഗ്രസിലെ ആരാണ് ഈ രാഹുലിനെ ഇത്രയ്ക്കും വേട്ടയാടുന്നത്? കോൺഗ്രസിലെ ആരാ രാഹുലിനെ ഇപ്പം വേട്ടയാടുന്ന? ഒന്ന് ഇവർ 3 പേര്, രമേശ് ചെന്നിത്തലയും പ്രതിപക്ഷ നേതാവും ഇപ്പൊ ഒരു പെണ്ണ് വന്നിട്ടുണ്ടല്ലോ, എന്നാ കോൺഗ്രസിന്റെ ഇതാണെന്നും പറഞ്ഞിട്ട്. അതൊക്കെ ഇവന്മാർ ഇറക്കുന്നതല്ലേ?
അതൊക്കെ ഇവന്മാരിറക്കുന്ന ഇവന്മാരുടെ ഈ ഇറക്കം ശരിയാവുമല്ലോ. എന്നിട്ട് ഇവന്മാരിങ്ങനെ മറ്റുള്ളവർ പോയി വോട്ട് ചോദിച്ച് മേടിച്ചെങ്കിലല്ലേ ഇവന്മാർ ജയിക്കുള്ളൂ. ഇവന്മാർ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമല്ലേ ഉള്ളൂ. ഇവന്മാരൊന്നും ഒരു വീട് കയറാൻ പോകുന്നുണ്ടോ? എന്തെങ്കിലും ഒരു പൈസ മുടക്കുന്നുണ്ടോ? ഇവന്മാർ വീട് കയറുന്നവരൊക്കെ ഒരു ചായ പൈസ കൊടുക്കുന്നുണ്ടോ? നമ്മളെ പോലുള്ളവന് ഒരു രാവും പാവലില്ലാതെ കടന്ന് കഷ്ടപ്പെട്ട് ഇവന്മാരെ ജയിപ്പിച്ച് കഴിയുമ്പോൾ ഇവന്മാരെ കുസി കളിച്ചിട്ടിരിക്കുക. കുറച്ച് ആൾക്കത്തേക്ക് അങ്ങനെ കുസി കളിച്ചാട്ടൊക്കെ ഇവന്മാർ തെമ്മാടിത്തരം എന്ന് പറഞ്ഞാൽ തെമ്മാടിത്തരം അല്ലാണ്ട് എന്നാ എങ്ങനെയെങ്കിലും മാങ്കൂട്ടത്തിനെ ഇറക്കുക എന്നുള്ളതല്ല ഒറ്റ ലക്ഷ്യമുള്ളൂ നമുക്ക്. എങ്ങനെയെങ്കിലും പുള്ളിനെ മത്സരിക്കണം. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ 50 പേര് ഇലക്ഷൻ പ്രചരണത്തിൽ പോകാൻ തയ്യാറാണ്. ഒരു പൈസയും വേണ്ട. ഞങ്ങൾ സ്വന്തം ചെലവും എല്ലാം ഞങ്ങൾ മുടക്കി ഞങ്ങൾ വണ്ടിക്ക് ഞങ്ങൾ പൊക്കോളും. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങളിവിടെ എല്ലാവരും കൂടെ കൂടി തീരുമാനിച്ചേക്കുന്നത്. ഞങ്ങളിവിടെ ഒരു പുതിയതായിട്ട് ഒരു ആൾക്കാരെല്ലാം വിളിച്ചു കൂട്ടി ഒരു കമ്മിറ്റി എല്ലാം എടുത്ത് തീരുമാനിച്ചങ്ങനെ വയ്ക്കുക. നിങ്ങൾ കോൺഗ്രസ്സുകാരായിരുന്നോ? ഞങ്ങൾ എല്ലാവരും കോൺഗ്രസ്സാണ്. എല്ലാവരും പാരമ്പര്യമായിട്ട്. എനിക്ക് 65 വയസ്സുണ്ട്. ഞാൻ പശുവും കിടാവ് ഉള്ളപ്പോൾ മുതൽ വോട്ടില്ലാതെ ഞാൻ കള്ളവോട്ട് വരെ ചെയ്താൽ പഞ്ചായത്തിലേക്ക്. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ വീട്ടിൽ ഇപ്പോൾ 15 പേരുണ്ട്. ആ 15 പേരും കോൺഗ്രസ്സാണ്. ഞങ്ങൾ തലമുറയായിട്ട് കോൺഗ്രസ്സാണ്. ഈ സതീശൻ നടത്തുന്ന ഈ യാത്ര കൊണ്ട് കോൺഗ്രസിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ അതോ ദോഷം ഉണ്ടാവുമോ? എനിക്ക് ഒരു പ്രതീക്ഷയില്ല പ്രയോജനം ഉണ്ടാവുമെന്ന്. എന്നുവെച്ചാൽ ഓരോ സ്ഥലത്തും ആൾക്കാർ ഇതുപോലെയാണ് പറയുന്നത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞ അതേ അവസ്ഥയാണ് ഓരോ സ്ഥലത്തും പറയുന്നത്. ഇരിക്കൂർ, പയ്യാവൂർ, ഇവരെല്ലാം ഓരോരുത്തരും കുറേ പേരുണ്ട് ഇങ്ങനെ മാറി മാറി നിൽക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ഈ പദയാത്ര കൊണ്ടൊന്നും ഇവൻ രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവന്മാരെ 2-3 എണ്ണത്തിന് എടുത്തിനകത്ത് കളയുവാണെങ്കിൽ തന്നെ പകുതി സമാധാനം കിട്ടും പാർട്ടിക്ക്. പാർട്ടി വരുന്ന ഭവിഷ്യത്തുകൾ മുഴുവൻ ഇങ്ങോട്ട് പാർട്ടി കയറ്റിക്കൊണ്ടിരിക്കുക. അതിനനുസരിച്ച് പണി കിട്ടിക്കൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു കാര്യം തീരുമാനം വേണ്ടേ? പാർട്ടി ഇല്ലെങ്കിൽ എന്നാ പാർട്ടി പ്രതിപക്ഷത്തിരുന്നാലും കുഴപ്പമില്ല. അന്തസ്സായിട്ടിരിക്കണം. അതിലെ അന്തസ്സ്. മറ്റുള്ള സ്ഥലത്ത് എല്ലാവരും പീഡനക്കാരെയൊക്കെ സംരക്ഷിച്ച് പോകുന്നുണ്ട്. ഇവിടെ പീഡനം എന്ന് പറഞ്ഞ ഉടനെ അവനെ അങ്ങ് അടിച്ച് ഇരുത്തുവാണ്. ഇവന് MLA ആയി കഴിഞ്ഞിട്ടൊന്നും അല്ലല്ലോ ഈ പീഡനം നടന്നതെന്ന് പറഞ്ഞാൽ തന്നെ നടന്നിട്ടുണ്ടത്. അവർ ചെയ്തിട്ടുണ്ട്, തെറ്റാണ്. ശരി, നമ്മൾ സമ്മതിക്കുന്നത്, ഞാനും സമ്മതിക്കുന്നത് തെറ്റാണ്. അയാളെ ശിക്ഷിക്കട്ടെ. എന്തെങ്കിലും കോടതി ആണെങ്കിലും ഇപ്പം അയാൾ നിരപരാധിയാന്നുള്ള അത് കോടതിയിൽ എത്തിയേക്കുക. അപ്പം പിന്നെ നമ്മൾ ഈ ഉന്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും പറയുന്നുണ്ട് അവൻ അങ്ങനെ ഇനിയും പരാതികൾ വരും. അതുകൊണ്ട് അവനെ MLA സ്ഥാനം രാജിവെപ്പിക്കണം. കാരണം ഇവനല്ലേ ഇത് ആസൂത്രണം ചെയ്ത് വിടുന്നത്. എന്നിട്ട് അവനറിയാം ആരെയൊക്കെ ഇനി വിടാനുള്ളതെന്ന്. ഓരോരുത്തരെ ലൈനപ്പ് ചെയ്ത് നിർത്തിയേക്കുന്നത് ഇവനാണല്ലോ. ഇവനറിയാം അതിന്റെ വരേണ്ട ക്യൂവും സമയവും എല്ലാം ഇവന് കൃത്യം അറിയാം. അപ്പൊ ഇവർക്കറിയത്തില്ല. നമ്മുടെ ഈ പാർട്ടിക്കകത്ത് തന്നെയല്ലേ ഇങ്ങനത്തെ ആൾക്കാർ ഇനി കേസിൽ പെട്ടവർ വരെയില്ലേ? ഒരു തുണിയില്ലാതെ പോയ ആൾക്കാർ വരെ നമ്മുടെ പാർട്ടിക്കകത്ത് ഇപ്പോഴും ആൾക്കാരില്ലേ? ഇതെന്തൊരു നാറിയ ഏർപ്പാടാ. നാറിയ ഏർപ്പാട്. ഇതിനൊക്കെ പേര് പറഞ്ഞാൽ നമ്മൾ വേറെ രീതി പേര് പറയേണ്ടി വരും. പക്ഷെ അതൊന്നും നമ്മളെ ഇതിന് യോജിച്ചല്ലാത്തോണ്ടാ പറയാത്തത്. പക്ഷെ ഞാൻ എൻ്റെ അമ്മയുടെ കണ്ണീര് കണ്ടു വളർന്ന ഒരാളാണ്. എനിക്ക് സ്ത്രീകളെ നന്നായി ബഹുമാനിക്കുന്നതിനെ പറ്റി നല്ല ബോധ്യമുള്ള ഒരാളുമാണ്. എനിക്ക് എൻ്റെ അമ്മയുടെ കണ്ണീര് കണ്ട ഒരാളെന്ന നിലയിൽ എനിക്കൊരു ധാരണയുണ്ടായിരുന്നു, ലോകത്തിലെ ഏത് സ്ത്രീ കരഞ്ഞാലും അത് സത്യമാണ്. എല്ലാ സ്ത്രീകളും കരയുന്നത് അങ്ങനെ സത്യമല്ല എന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ നിന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ